وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും യഥോചിതം പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലുപരി ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കുകയും കഴിവിന്റെ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ നിലയിൽ അർത്ഥവത്തായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനും ബർസഖി ലോകത്ത് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും മഹ്ശറിലെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും ആ ദിവസത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുവാനൊക്കെയുള്ള മഹത്തായ ഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് സഹായകമാകുന്ന ഇത്തരം ഇരുത്തങ്ങളും പഠനങ്ങളും സംസാരങ്ങളും കേൾവികളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കോളം കൊണ്ടു നടക്കുവാനും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി തെറ്റാതെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുമുള്ള തൗഫീഖ് റബ്ബ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ ഒരു സംസാരത്തിനൊന്നുമല്ല മുതിരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഖുർആൻ ക്ലാസ് പരിമിതമായ സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പം അത് 2-3 മാസം അങ്ങനെ സ്റ്റെക്കായി ഒന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ദീനീ സദസ്സിന് വിട്ടു നിന്നൊരു സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് കയറേണ്ട ചില കാര്യങ്ങളൊന്ന് ജീവിതം ഒരു വീണ്ടു വിചാരം എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പറയാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുവാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം അറിയുക. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വന്നങ്ങനെ വഴി അങ്ങാടികൾ പിന്നിട്ട ആളുകളുണ്ടാവും, ബസ്സിൽ വന്ന ആളുകളുണ്ടാവും, വാഹനത്തിൽ വന്ന ആളുകളുണ്ടാവും. അവിടെ തന്നെ ചുറ്റും നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു, അല്ലേ? ഒരുപാട് ആളുകളെ കണ്ടു. എത്ര പേർ ശരിക്ക് റഹ്മാനായ റബ്ബിനെ ശരിക്കും ഉൾക്കൊണ്ടവരും മനസ്സിൽ അല്ലാഹു എന്നൊരു ചിന്തയോടുകൂടി നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മുടെ പള്ളിയിൽ ഇന്നൊരു ജുമുഅ ഖുതുബയാണ് എങ്കിൽ ഈ പരിസരത്തുള്ള ആളുകളെങ്കിലും അവിടെ വരേണ്ടത്. ഞാൻ 2-3 തവണ ഖുതുബക്ക് വന്നു. പള്ളികൾ നിറഞ്ഞു നിൽക്കാറില്ല. ആ ആളുകൾ എപ്പോഴും ചുറ്റുപറ്റത്തുണ്ടല്ലോ. പക്ഷെ മഗ്‌രിബിന് എൻ്റെ ഒരു സ്വപ്പ് മാത്രം. അപ്പൊ നമ്മളൊരു ബസ്സിൽ കയറി നോക്കും. ബസ്സിലിങ്ങനെ കയറി നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ കണ്ണോടിച്ചു നോക്കി. എല്ലാ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും അശ്രദ്ധയിലുണ്ട്. 1000-ങ്ങളും 10,000-ങ്ങളും തിങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ നാട്ടിൻപുറത്ത് അങ്ങാടികൾ. 1000-കണക്കിന് ആളുകളുണ്ട്. പക്ഷെ എത്ര പേർ ശരിക്ക് റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഓർമ്മയുള്ള മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് ജീവിക്കുന്നുണ്ടാവും? എണ്ണിയാൽ ഒരു പക്ഷേ നമ്മൾ തോറ്റുപോകും. അത് റഹ്മാനായ റബ്ബ് പറയുന്ന വല്ലാത്തൊരു പ്രതിഭാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജീവിക്കാൻ ആവശ്യമായതെല്ലാം റബ്ബ് ചെയ്തു കൊടുത്തു. ഇതൊക്കെ കൊടുത്ത റബ്ബ് പറയാണ്, ഖലീലൻ മിൻ ഇബാദിയശ് ശകൂർ. എൻ്റെ അടിമക്ക് ഞാനെല്ലാം കൊടുത്തു, പക്ഷെ നന്ദി കാണിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്നാണ്. അതെല്ലായിടത്തും മഹാഭൂരിഭാഗം വരുന്ന ആളുകളെയും നിങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് ആരാ വന്നത്? വിശുദ്ധ ഖുർആനാ വന്നത്.
അതൊരു സത്യം, അതൊരു സത്യം. അപ്പൊ ഞാൻ നിങ്ങളെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നല്ലോ, ആയിരക്കണക്കിന് ആളുകൾ തങ്ങി നിൽക്കുന്ന ഒരു ശാഖയിലെ ഒരു ക്ലാസ്സിൽ അൽഹംദുലില്ലാഹ് ഇത് പറയാനും കേൾക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകിയ നമുക്കാണ്. അന്ന് പറയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോഴും 1001 ഉണ്ടാവുള്ളൂ, 1001 ഉണ്ടാവുള്ളൂ. ഈ കുറവ് എവിടെയുമുണ്ട്, സ്വർഗത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഇടം ഏതാണ്? അത് നരകമാണ് എന്നാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. ധാരാളം കണക്കിന് ജിന്നുകളെയും മനുഷ്യരെയും നാം നരകത്തിൽ നിറച്ചിരിക്കുന്നവർ. നരകം നിറയാൻ മാത്രം ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. എവിടുന്നാ പോണത്? നമ്മുടെ നാട്ടുപുറത്തുനിന്നൊക്കെ തന്നെ പോകാനുള്ളത്. എവിടുന്നാ പോണത്? ഓരോ ജില്ലകളിൽ നിന്നാ പോകാനുള്ളത്. എവിടുന്നാ പോകാനുള്ളത്? നമ്മുടെ സംസ്ഥാനത്തു നിന്നും നമ്മുടെ രാജ്യത്തു നിന്നും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നുള്ള ആളുകളെ കുറിച്ചല്ലേ ഈ പറയുന്നത്. നരകത്ത് പോകാൻ വേറൊരു ടീമിനോട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ. ഈ ഇങ്ങനെ 2 കാലം ഇങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചല്ലേ ഇപ്പൊ ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, ആ രക്ഷപ്പെടുന്ന ന്യൂനപക്ഷത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആ ചുരുക്കം ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ ചുരുക്കം ചില റബ്ബിന് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഞാനും നിങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെന്ത് വേണമെന്നറിയാം? ആ ചെറിയ വിഭാഗത്തിൽ ഞാനും നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരാവുക എന്നതാണ്. എന്താ യാഥാർത്ഥ്യം? മരിക്കുന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. മരിക്കുന്ന ഓർമ്മയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മരിക്കൂലെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ? ഇല്ല. അപ്പൊ മരിക്കും എന്നതിനെ കുറിച്ചല്ല നമ്മൾ ഇതാക്കേണ്ടത്. മരണാനന്തര ലോകം എന്റെ മുമ്പിൽ വരാനുണ്ട്. ഈ മരണം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അതിപ്പോ എനിക്കിപ്പോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇന്നലെ പോലും ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തപ്പോഴും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ മിനിഞ്ഞാന്നൊരു കുട്ടി ഇങ്ങനെ കാണാൻ വന്നു. ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടെയാണ് കുട്ടിയുടെ വരവ്. അപ്പൊ എന്താ, തൻ്റെ ഉമ്മാന്റെ നല്ല ആരോഗ്യവതിയായ ഒരു ഉമ്മയാണ്. ഏകദേശം ഒരു 35-40 ആ റേഞ്ച് പ്രായമുള്ളൂ, അത്ര പ്രായമുള്ളൂ. പക്ഷെ എന്താ ഈ കുട്ടിയുടെ സങ്കടം? ഉമ്മാന്റെ ഒരു വയറുവേദനയായിട്ട് പോയി നോക്കിയപ്പോൾ അറിഞ്ഞത് ക്യാൻസറാണ് എന്നാണ്. അള്ളാഹു അവർക്ക് ശിഫാന് പ്രധാനം കൊടുക്കുമാണ്. എത്ര പെട്ടെന്നാണ് അവസ്ഥകൾ മാറി വന്നരച്ചു കേൾക്കാം. വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും നിലച്ചു ഉസ്താദേ, എനിക്കിവിടെ നിന്നിട്ട് നിൽപ്പ് വരുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, എന്തിന് പ്രതിവിധി ഉണ്ടോ എന്നാണ് കുട്ടിയുടെ ചോദ്യം. നമ്മളെന്ത് പറയും? നമ്മുടെ എന്ത് പറയുന്ന പോലെ പരിമിതികളുണ്ടെങ്കിൽ ആ ടിസ്റ്റ് സംഭവിക്കുമെന്ന് ആലോചിക്കും. ഇത്രയേ ഉള്ളൂ. ഏത് സമയത്തും ഏതെങ്കിലും ഒരു കാരണത്തോടു കൂടെ നമ്മുടെ വാതില് വന്ന് മുട്ടാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുക്കാൻ വേണ്ടി ഓരോ ദിവസത്തെയും ഉപയോഗപ്പെടുത്തുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലൊക്കെ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും കുറവിൻ്റെ ആളുകളാണ്. എന്താ കുറവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് റബ്ബ് നൽകിയതൊക്കെ കുറവാണ് എന്ന് പറഞ്ഞാൽ എന്താ? പരലോകത്തേക്ക് തട്ടിച്ചത് ഈ ദുനിയാവിന്റെ മൊത്തം ആദം നബി മുതൽ കണ്ട് ഖിയാമത്ത് നാൾ വരെ ജീവിച്ച മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പടച്ചു നിശ്ചയിച്ചൊരു സമയത്തെടുത്ത് നോക്കുകയാണെങ്കിൽ കുറവല്ലേ? അല്ലേ? കുറവന്നല്ലേ? പരലോകത്തെ കുറിച്ച് എന്താ? ലഹിയൽ ഹയവാൻ എന്ന് പറഞ്ഞു. ശരിക്കുള്ള ജീവിതമാണ്. അവിടെ മരണമല്ല, അങ്ങനെ ജീവിച്ചു പോകണം. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് ദുനിയാവിന് വേണ്ടി റബ്ബ് ആദം നബി മുതൽ അവസാനത്തെ കുട്ടി വരെ ഉള്ള ആളുകൾ ജീവിച്ചത് മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. അതിൽ നിന്നും മാക്സിമം ഇൻകംകൾക്കും അള്ളാഹു കണക്കാക്കിയിട്ടുള്ളതൊരു 100 വർഷം. പരലോകത്തിൽ തട്ടിച്ച് നോക്കുമ്പോൾ ഒരു ദിവസത്തിന്റെ കണക്കിന് 50,000 വർഷമാണ്. അതിന്റെ ഒരു സെക്കൻഡ് ആയിട്ടില്ലേ നമ്മളിവിടെ ജീവിക്കണം. കുറവാണ്. ഇനി ആ ഒരു 100 വർഷത്തിൽ തന്നെ പടച്ചോ നമുക്ക് കണക്ക് ഉമ്മത്ത് മുഹമ്മദിന് കണക്കാക്കിയതോ അഹ്മാർ ഉമ്മത്തി മഹബൈന സിദ്ദീന സബൈ 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. ആ 60-ന്റെയും 70-ന്റെയും ഇടയ്ക്ക് നല്ലൊരു ശതമാനം നമ്മൾ ജീവിച്ചു തീർന്നു. ഇനിയുള്ളതാകെ കുറവാണ്. ഈ കുറവ് തന്നെ നല്ല നിലയ്ക്ക് ജീവിക്കും എന്നുള്ളത് അള്ളാഹു നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ
പരിമിതമായ ദിവസങ്ങളും പരിമിതമായ സെക്കൻഡുകളും എൻ്റെ മുമ്പിലുള്ളൂ എന്ന് എപ്പോൾ ഞാനും നിങ്ങളും നമ്മളെക്കുറിച്ച് ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിടുന്നുവോ അവിടെ ജീവിതം ഒരു ശരിക്കൊരു വീട്ടുവിചാരത്തിന് നമ്മൾ വിധേയമാക്കുള്ളൂ. ഈ ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആറാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ കൃത്യമായി കൂടി ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാന്ന് അറിയിച്ചു. അള്ളാഹ് റസൂൽ ചോദിക്കുകയാണ്, ഏറ്റവും വലിയ ബുദ്ധിമാൻ അറിയിച്ചു. അള്ളാഹ് റസൂലിന് അതിന് കൊടുത്ത മറുപടി എന്താണ്? നമ്മളിപ്പോൾ എന്താ പറയാ, നല്ല ബുദ്ധിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനെ 10 ആക്കാൻ മികവുള്ള, 10നെ 1000 ആക്കാൻ മികവുള്ള ബിസിനസ് പിന്നെ തമ്പ്രാക്കന്മാര് ലോകത്തിന്റെ ഒരു 10-15 വർഷങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ആലോചിച്ച് കാലേ കൂട്ടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ഇപ്പൊ തന്നെ പ്ലാനിങ് നടത്തുന്ന ആളുകൾക്ക് നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയും. ശരി, അവർക്ക് ബുദ്ധിമാന്മാർ തന്നെയാണ്. പക്ഷേ 1400 അള്ളാഹ് റസൂൽ നിർവചിച്ച ബുദ്ധിമാൻ ആരാന്നറിയോ? അള്ളാഹ് റസൂൽ പറയാ, മൻ അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ. അതിൻ്റെ മൂലയിൽ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ജീവിതത്തിൽ എപ്പോഴും മരണം വരുമെന്നും പടച്ചവന് മരണാനന്തര ലോകത്ത് ഞാൻ ഈ പറഞ്ഞ വാക്കിനും ഈ കണ്ടതിനും ഈ കേട്ടതിനും ഈ എടുത്തതിനും ഈ പിടിച്ചതിനും ഈ നടന്നതിനും അനുഭവിച്ചതിനും എല്ലാം ഈ സെക്കൻഡിൽ എൻ്റെ മരണം നടക്കുന്ന അവിടെ മുതൽ ഞാൻ ശരിക്കും ഉത്തരം പറയേണ്ടതുണ്ടല്ലോ റബ്ബേ എന്നൊരു ചിന്തയോടുകൂടെ ജീവിതത്തെ ശരിക്കും ഗൗരവത്തിൽ സമീപിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ്. ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും നല്ല മുന്നൊരുക്കങ്ങൾ നടത്തുന്നവൻ ആരാണ്? അവനാണ് ശരിക്കുള്ള ബുദ്ധിമാൻ എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എന്തെങ്കിലും തെറ്റതിലുണ്ടാവും. അപ്പൊ നമ്മൾ ആ നിലക്കുള്ള ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ആകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. റഹ്മാനായ റബ്ബ് പറഞ്ഞില്ല, അല്ലയോ വിശ്വാസി, നിങ്ങൾ പടച്ചോനെ സൂക്ഷിച്ചു കണ്ട് ജീവിച്ചോട്ടോ. പടച്ചോ പറഞ്ഞ റൂട്ടിൽ നിങ്ങൾ ജീവിച്ചോളി. അള്ളാഹ് റസൂൽ കാണിച്ചു തന്നിട്ടൊരു റൂട്ട്, അതിലൂടെ തന്നെ എൻ്റെ ട്രാക്ക് തെറ്റിയിട്ടില്ല, എൻ്റെ ആ റൂട്ട് അത് മാറിയിട്ടില്ല. അള്ളാഹിന്റെ റസൂലിട്ട ട്രാക്കിലൂടെ തന്നെയാണ് എൻ്റെ യാത്ര എന്ന് ഉറപ്പിച്ചോളി എന്നാണ്. ഉറപ്പിച്ചോളി. പിന്നെ പറഞ്ഞത് റബ്ബ് പറയാ, ഇടക്കൊന്നിങ്ങനെ ആലോചിച്ചിട്ടേ എന്തപ്പോ ഇവിടുത്തെ ഉള്ളത് കൊണ്ട് ആലോചിച്ചോളി എന്ന് പറയും. ബാങ്ക് അക്കൗണ്ടിനെ നോക്കാനല്ല പറഞ്ഞത്, അതൊക്കെ നോക്കിക്കോളൂ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ഇടക്കിടക്ക് നമ്മളിങ്ങനെ നോക്കണം. പടച്ചൊന്നങ്ങോട്ട് തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗതി എന്താവും, എൻ്റെ അവസ്ഥ എന്താവും. പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കണം. പക്ഷെ എങ്ങനെ ചിന്തിക്കണം അറിയാം? ഞാൻ പണ്ട് മരിച്ചത് എൻ്റെ കുട്ടികൾക്ക് ആരാണ്, അല്ലേ? എൻ്റെ മക്കൾക്ക് ആരാണ്, എൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്താവും, എൻ്റെ വീട്ടിലെ പിന്നെ സാമ്പത്തിക അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. ശരിക്കും എന്താ ചിന്തിക്കണ്ടേ? ഞാൻ മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്താകും? ആരെങ്കിലും ഉണ്ടാകും? നമ്മുടെ ഭാര്യ ഒരു പക്ഷെ നമ്മളുള്ളതിനേക്കാൾ ഉഷാറായിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു പക്ഷെ പടച്ചൂടെ ആളെ ഏർപ്പാടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ പല ആളുകളുടെ അവസ്ഥ? നമ്മുടെ മക്കൾ ഒരു പക്ഷെ നമ്മൾ കൊണ്ടുപോയി ഒജീനം കൊടുത്തതിനേക്കാൾ ഉഷാറി ഡിസ്കോടുകൂടെ ഒരു പക്ഷെ ജീവിക്കും. അവരൊരു പക്ഷെ നമ്മളെ മറക്കാൻ മാത്രം സുഭിക്ഷതയിലേക്ക് ഒരു പക്ഷെ അവർ മാറ്റിയേക്കും. പക്ഷെ നമുക്ക് നമ്മൾ ഉണ്ടാവുള്ളൂ എന്നാണ്. ഒറ്റക്കൊറ്റക്കായിക്കൊണ്ട് നമ്മൾ വരണമെന്നാണ്. സുഹൃത്തുക്കൾ, ആരാ അവരിലുള്ളത്? ആരാ പറസത്തിലുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഒരാളില്ല. ഒരാൾ ഏതെങ്കിലും ഭാര്യ തീരുമാനിച്ചുകൊള്ളോ? ഇന്നലെ വരെ എൻ്റെ കൂടെ കടന്നവനാ അദ്ദേഹം. ഇന്ന് അദ്ദേഹം 6 അടി മണ്ണിലാണ്, ഇരുട്ടിലാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരു ഭാര്യ ചിന്തിച്ചിട്ടുണ്ടാവോ? ചിന്തിച്ചാൽ തന്നെ കഴിയോ? ഏതെങ്കിലും മക്കൾ ചിന്തിക്കോ? ആരുള്ള കൂട്ടരെ നമ്മുടെ തോളോട് തോട് ചേർന്ന് നിന്ന കൂട്ടുകാരടക്കം പള്ളിക്കാട് വരെ അവസാനത്തെ 3 പിടി മണ്ണും വാരിയിട്ട് അവർ ചൊല്ലി പറയാനത് പറഞ്ഞവർ തിരിച്ചു പോന്നു. അവരെല്ലാവരും അവരവരുടെ ലോകത്തേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ വിസ്മൃതിയിലാണ്ടുപോയി. എല്ലാവരുടെ മനസ്സിൽ നിന്നും നമ്മളെന്ന ചിത്രം ഇല്ലാതെയായി.
പക്ഷെ രേഖയിൽ നമ്മളുണ്ട്, മലക്കുകളുടെ രേഖയിൽ നമ്മളുണ്ട്, അള്ളാന്റെ രേഖയിൽ നമ്മളുണ്ട്. അത് തെറ്റൂല കൂട്ടരെ. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയാണ്, നിങ്ങൾ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ശരിക്കും ഒരുങ്ങിക്കോളിന്നാണ്. അപ്പൊ നമ്മളെ കുറിച്ച് ഇങ്ങനെ വീട്ടു വിചാരം നടത്തും, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതിന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടാണ്, എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് ഒരാള് ഒരുങ്ങേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയണ്ടേ. എന്താ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളെ കുറിച്ച് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ഒന്നെന്താണ്, മരണാനന്തര ലോകത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് തൗഹീദ് ശരിയാക്കുക എന്നുള്ളതാണ്. വിശ്വാസ രംഗം ഓക്കെയാക്കുക എന്നുള്ളതാണ്. വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിരിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യവും. അപ്പൊ നമ്മൾ പറയും, നമ്മളൊക്കെ തൗഹീദ് പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണല്ലോ. ഓരോ സുഹൃത്തുക്കളെ, ആ തൗഹീദ് പ്രസ്ഥാനത്തിൽ നിലവിൽ ഒരു പക്ഷെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഉണ്ടാകും. ജാഗ്രത ഒരു പക്ഷെ നമ്മൾ പോകുന്നുണ്ടാവില്ല, പോകാനും പാടില്ല. അല്ലാഹ് എന്ന് വിളിക്കുന്നിടത്ത് നമ്മൾ ഒരാളിലേക്കും തിരിയുന്നുണ്ടാവൂല. പക്ഷേ ഒരു ഉറുമ്പരിച്ച് കയറുന്നത് എത്രത്തോളം ഗോപ്യമാണോ അതിനേക്കാൾ ഗോപ്യമായ രൂപത്തിൽ ശിർക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒരു പക്ഷെ വാക്കിലായിരിക്കാം, നമ്മൾ ഉച്ചരിച്ചൊരു വാക്ക് ഒരു പക്ഷെ ശിർക്കിന്റെ ആശയമുള്ള വാക്കായിരിക്കാം. ശരികളെ, അപ്പൊ എവിടെ നമ്മൾ പിടികൂടാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൗഹീദിന്റെ അഖീദയുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. വിശ്വാസ കാര്യം ഞാൻ ഓക്കെയാണെന്ന് മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും പറഞ്ഞിട്ടില്ല. അവിടുന്ന് പ്രാർത്ഥിച്ചു എന്നാണ്, പടച്ചോനെ എന്നെയും എന്റെ സന്തതികളെയും വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റിക്കളയണേ. 16-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാ തൗഹീദിന് വേണ്ടിയിട്ടുള്ള പടവട്ടെ. ആ മനുഷ്യനാണ് പടച്ചോട് പറഞ്ഞു, പടച്ചോനെ റൂട്ട് മാറിയിട്ട് ഞാൻ അങ്ങനെ പോകുന്നതിന് ഗതികളിലേക്ക് എത്തിക്കുന്നത്. സോ ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുണ്ട്. ചെറിയ സംശയം മതി. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയില് എക്സ് മുസ്ലിംസോ മറ്റു ടീംസോ ഇങ്ങനെ ഇട്ട് തരുന്ന വിശ്വാസത്തെ പൊളിച്ചുള്ള ഒരു സംശയം മതിയാകും. ആളുകൾ പോയിട്ടുണ്ട്, ആളുകൾ റൂട്ട് മാറി സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് എന്താ അറിയോ, എപ്പോഴും നമ്മൾ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്റെ തൗഹീദ് നഷ്ടപ്പെടുന്നില്ല എന്നൊന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ സൂചനകൾ മാത്രം നൽകുന്നു, സൂചനകൾ മാത്രം. വിശദമായ പഠനത്തിലേക്ക് നമ്മുടെ ചർച്ചയിലേക്ക് പിന്നീട് വരും. രണ്ടാമത്തെ കാര്യം എന്താണ്, ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി നിസ്കാരത്തിന്റെ കാര്യം തന്നെയാണ്. ആദ്യം പൊതി കെട്ടിയാഴ്ച നോക്കുന്ന നിസ്കാരം അല്ലെ, വിചാരണക്ക് ആദ്യം എടുക്കുന്ന നിസ്കാരം. 5 പക്കത്ത് നിസ്കാരം പുരുഷന്മാരെ നമുക്ക് ജമാഅത്ത് നിർബന്ധം. ബാങ്ക് കേൾക്കുന്നതോടുകൂടെ ഖബറിലേക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ നെഞ്ചിൽ ഒരു ഇടിപ്പ് വരണം. പടച്ചോന് ബാങ്ക് കൊടുത്തു, ഇനി ജമാഅത്ത് നഷ്ടപ്പെടുവോ അല്ലെ? അതിങ്ങനെ ഓരോ മിനിറ്റ് ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നോണ്ട് പടച്ചോനെ എന്റെ റവാത്തിബ് പോവോ എന്തൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാകണമെന്നാണ്. അത് ആർക്കും ഉണ്ടാകാറുള്ളത്, ആർക്കും ഉണ്ടാകാം. ഈ പറയപ്പെട്ടൊരു മനസ്സുണ്ടാകുന്നുണ്ട്. നിസ്കാരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മഗ്‌രിബ് സ്കെച്ചിലേക്ക് പോകുന്നത്, നമ്മൾ റബ്ബിനോട് എന്തൊക്കെ പറഞ്ഞു, റബ്ബിനോടൊരു സംസാരിച്ച ഫീലിംഗ് എനിക്കും നിങ്ങൾക്കും കിട്ടിയോ എന്ന് ആലോചിച്ചു. സുജൂദിൽ നമ്മൾ കടന്നില്ലേ, അവസാനത്തെ തശൂദിൽ നമ്മൾ ഇന്നില്ലേ, ഉത്തരം നൽകപ്പെടുന്ന സമയങ്ങളായിരുന്നു. ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നതോടുകൂടി അവൻ അവന്റെ റബ്ബുമായിട്ടുള്ള രഹസ്യ സംഭാഷണം ആരംഭിച്ചു എന്നാണ്. ഫാത്തിഹ ചൊല്ലുന്ന ഓരോ വാക്കുകൾക്കും റബ്ബ് നമുക്ക് മറുപടി നൽകിയതാണ്. നമുക്ക് തോന്നി അങ്ങനത്തെ ഒരു മറുപടി കൊടുത്തു. പറയുമോ, എനിക്കും എന്റെ അടിമക്കും ഇടയിൽ കരാറിനുള്ള സമയം, ഇനി എന്റെ അടിമ എന്നോട് എന്ന് ചോദിച്ച് ഞാൻ കൊടുക്കുന്നതാണ്. അവിടുന്ന് നമ്മൾ ചോദിച്ചത് പടച്ചോൻ തെറ്റരുത് എന്റെ റൂട്ട്, തെറ്റിക്കരുത് എന്റെ റൂട്ട്, നേരായ മാർഗത്തിലൂടെ. ഏത് മാർഗം? പടച്ചോനെ ഈ അനുഗ്രഹിച്ച കുറച്ച് ആളുകൾ കടന്നു. ആരൊക്കെ? നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അല്ലേ? അവരൊക്കെ ജീവിച്ച അതേ റൂട്ടിലൂടെ കാലങ്ങൾ എത്ര മുന്നോട്ട് പോയാലും
കാലങ്ങൾ എത്ര പുരോഗമനത്തിന്റെ കാലം എന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്ന് അധിക്ഷേപിച്ചാലും ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും പടച്ചോനെ എനിക്ക് ഈ റൂട്ട് മദീന. ആ ഒരു വൈകാരികതയോടെ നമുക്ക് നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കട്ടെ, സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ കണിശതയുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലെങ്കിൽ നമ്മളത് മരണത്തിന് നേരത്തിന് ഒരുങ്ങിയിട്ടുണ്ടെന്ന് എന്തോ ഉറപ്പാണ്. അള്ളാഹ് റസൂൽ പറയാ ഫർദ് നിസ്കാരങ്ങൾ നമ്മുടെ ഇങ്ങടെ നിസ്കാരത്തൊക്കെ എന്തായാലും പ്രശ്നം ഉണ്ടാവും. ഉണ്ടാവും. അതിന് പരിഹരിക്കുന്ന മാർഗമാണെന്ത്? ഓർക്ക് എന്തെങ്കിലും സുന്നത്തായ നിസ്കാരങ്ങൾ ഉണ്ടോ നോക്കിയോ, ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പരിഹരിച്ചു കൊടുത്താൽ മലക്കൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാകണം കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ. അതെങ്ങനെയും കാട്ടിക്കൂട്ട നിസ്കാരങ്ങളാകരുത്, അതും പരമാവധി ശ്രദ്ധയോടുകൂടെ നിർവഹിച്ച നിസ്കാരങ്ങളാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത് പറയാതെ നിസ്കാരം ശരിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ എന്താണെന്നറിയോ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് വരുത്താൻ പറ്റുന്ന മൂന്നാമത്തെ ഒരു സംഗതി പ്രാർത്ഥന നിർഭരമായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്ന അതുണ്ടോ നമ്മൾ ആലോചിക്കണം. നമ്മളിങ്ങനെ ആലോചിക്കണം, ഒരു വീട്ടു വിചാരം നടത്തണം. പ്രാർത്ഥന നിർഭരമായ ഒരു മനസ്സ് നമുക്കുണ്ടോ? അത് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പടച്ചോനായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയും, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സംഗതി എല്ലാം പടച്ചോനായിട്ട് ഡിസ്കസ് ചെയ്യാം. അതല്ലേ ഇപ്പൊ പ്രാർത്ഥന. അല്ലാഹ് റസൂൽ പറയാണ് ഖുദ്സിയായ ഹദീസിലൂടെ, എന്ത്? അള്ളാഹു ലജ്ജിക്കുന്നു. അള്ളാഹു ലജ്ജയുള്ളവനാണ്. എന്താ ലജ്ജ? എന്റെ അടിമ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് അതിലൊന്നും വെക്കാതെ വട്ടപൂജ്യമായി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അതിനെ കയ്യിനെ മടക്കാൻ എനിക്ക് ലജ്ജയാണെന്ന് ആര് പറയാണ്? റഹ്മാനായ റബ്ബ് പറയാണ്. അതാണ് റബ്ബ്. നമ്മളെ പ്രാർത്ഥന വെയിറ്റ് ചെയ്യുന്നവനാണ് റബ്ബ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പടച്ചോനെ മുസീബത്തുകൾ ഇല്ലാഞ്ഞിട്ടല്ല റബ്ബേ എനിക്കത് എളുപ്പമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുണ്ടോ? നമ്മൾ ആലോചിച്ചു എല്ലാം പ്രാർത്ഥിക്കാം അല്ലേ? അതിന് ഏറ്റവും താഴെ നിലവാരത്തിൽ നിൽക്കുന്ന കാര്യം എന്താ? നമ്മള് ഏറ്റവും താഴെ നിലവാരത്തിൽ നിൽക്കുന്ന കാര്യം എന്താ? രാവിലെ വൈകുന്നേരം അധികാരങ്ങളാണ് ചൊല്ലിയുണ്ട്. നമ്മൾ ചിന്തിച്ചു, ഇത് രാവിലത്തെ അധികാർ വൈകുന്നേരത്തെ അധികാരത്തെ ചൊല്ലിയിട്ടാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? അതൊക്കെ മിസ്സാക്കി ഒരുത്തി മരണാനന്തര ലോകത്തിന് വേണ്ടി ഞാൻ ഒരുക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തിനർത്ഥം? അല്ലാഹുവിന്റെ റസൂലും സ്വഹാബാക്കളൊന്നും അതൊന്നും പഠിച്ചതിന് ശേഷം ഒഴിവാക്കിയിട്ടില്ല കൂട്ടരെ. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ട് പിന്നെ സ്വർഗം ലഭിക്കുന്ന വിശ്വാസികളുടെ ഗുണം പറയുന്ന കൂട്ടത്തില് അവർ അള്ളാഹുവിനെ ധാരാളമായി ദിക്റെടുക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് കയറാന്ന് പറയട്ടെ. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അവർ പർവ്വസ്കാരങ്ങൾക്ക് ശേഷമുള്ള അധികാരങ്ങൾ നിർവഹിക്കുന്നവരെ. പർവ്വസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ അവർ പ്രോപ്പറായി നിർവഹിക്കും. രാവിലെ വൈകുന്നേരമുള്ള അധികാരങ്ങൾ അവർ കൃത്യമായി കൊണ്ടുനടക്കും. പിന്നെ സാഹചര്യങ്ങൾക്ക് സന്ദർഭങ്ങൾക്കും അനുസരിച്ച ദിക്റുകളില്ലേ? വാഹനത്തിൽ കയറുമ്പോൾ, വസ്ത്രം എടുക്കുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ദിക്റുകളില്ലേ? അതൊക്കെ ഓല് കൊണ്ടുനടക്കുന്നതാണ്. അത് പരിമിതമായ കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന് സ്വഹാബാക്കൾ ഇതും വിട്ട് അതിന് അപ്പുറത്തേക്കായിരുന്നു സ്വഹാബാക്കൾ ഉണ്ടായിരുന്നത്. അവർ ഫുൾടൈം ദിക്റുകളിലായിരുന്നു. അത്രയൊന്നും നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഒരു മിനിമം ലെവലിലേക്ക് നമ്മളെ മനസ്സിന് ബോധ്യപ്പെടുത്താൻ ഒരു പണി നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നത് ആത്മാർത്ഥമായിക്കൊണ്ട് ആലോചിക്കണം എന്നതാണ് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വഴിക്ക് എങ്ങനെയെന്ന് അറിയാം, ബർസഖിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ മുമ്പേ പോയവരൊക്കെ അത് കേട്ട് കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്നും വിട പറഞ്ഞവരുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നും വിട പറഞ്ഞവരുണ്ട്, നമ്മുടെ സ്വദേശം മറ്റൊക്കെ വിട പറഞ്ഞ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അവരെല്ലാം കേട്ട് കഴിഞ്ഞു. ആ ചോദ്യത്തിന്റെ ഭീകരത എത്രയാണെന്ന് അവർ കേട്ടു. ആ ഖബർ അവരെ സ്വാഗതം ചെയ്തതിന്റെ വേദന അവർ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കുട്ടി പോലും ഒഴിവല്ല എന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഖബറൊന്ന് ഇടുക്കുമെന്നാണ്. ഭാര്യയല്ലുകൾ പരസ്പരം കൂട്ടി പിണയുമെന്നാണ് വിടുന്ന. അതിന്ന് ആർക്കെങ്കിലും രക്ഷ ഉണ്ടായിരുന്നെങ്കിൽ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. സഹോദരങ്ങളെ,
ആ ഒരു ഖബറിൽ ഇറക്കി വെക്കുക. ഖബർ എന്ന് പറയുമ്പോൾ ആരുടെ മണ്ണ് മാത്രം നമ്മൾ കാണണ്ട, ബർസഖ് എന്നാണ് പറയുക. അവർ നാളെ എണീറ്റ് വരുന്നത് വരെ കടക്കുന്നൊരു കാലഘട്ടം എന്നാണ്, ഒരു മറയുടെ കാലം. ചില ആളുകളെ ഇങ്ങനെ എടുത്തേക്കാൻ കിട്ടും, ചില ആളുകളെ കോരിയെ പോലും കിട്ടാത്ത അവസ്ഥക്കാക്കും. ശരിക്കൊന്നും ബർസഖില്ലേ? എല്ലാവർക്കും ബർസഖുണ്ട് എന്നാണ്. ബർസഖിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം റൂഹിനാണ്, ആത്മാവിനാണ്. ഭൗതിക ലോകത്തിൽ ശരീരത്തിനാണ്. ഈ ഖബർക്ക് ഇറക്കി വെക്കാൻ കിട്ടിയതിനെ തന്നെ 2 ആഴ്ച പോയിട്ട് മാന്തിക്ക് ഞെന്തപ്പുറം ഉണ്ടാകുക ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ എല്ലാം കഴിഞ്ഞു ഇല്ല, അവിടെ റൂഹിനാണ് അവിടെ എല്ലാ അനുഭവങ്ങളും നേരിടേണ്ടി വരികയായി. സുഹൃത്തുക്കളെ, ചോദിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തൽ. ചെറിയൊരു പരീക്ഷ നടക്കുന്നത്, ചെറിയൊരു പരീക്ഷ. ബർസഖ് ലോകം നന്മയുടേതാകണോ തിന്മയുടേതാകണോ എന്ന് നമുക്കിതാ ഇപ്പോൾ ഇന്ന് തീരുമാനിക്കാം. ഈ സമയത്തെങ്ങാനും എൻ്റെ റൂഹ് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോൾ എന്നെ ഖബറിലേക്ക് ഇറക്കുക, അവിടെ മുതൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യത്തിനുള്ള മറുപടി കണ്ണടയുന്നതിന് മുൻപേ പഠിക്കാതെ മനസ്സിലാക്കാൻ കഴിയണം. അത് ഹൃദ്യസ്ഥമാക്കലെന്നല്ല, ചില നാട്ടിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കാനാണ്. മനസ്സിലാക്കാന്ന് വെച്ചാൽ റബ്ബി അള്ളാന്ന് എഴുതിയെങ്കിലും എൻ്റെ പേര് കൂടി എനിക്ക് വായിക്കാറില്ല അറബിക്ക്. ഇതല്ലേ പോയി മനുഷ്യതോ നോക്കി വായിക്കും. അതൊക്കെ തട്ടിപ്പാണ് സുഹൃത്തുക്കളെ. അതൊക്കെ 10 5 കിട്ടാനുള്ള കുറെ വോക്കുകളതിനപ്പുറത്തേക്ക് ഒന്നും അല്ല പെടും. ഈ അറബിയിൽ ഡിഗ്രി അല്ല PhD എടുത്തു നോക്കും, ഓ സംസാരം മുഴുവൻ അറബിയാണെന്നുണ്ടെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നല്ലോണം മാനദണ്ഡം. അത് അന്ന് ഇട്ട് കൊടുക്കേണ്ട ഒരു പവറാണ്. അത് ചിലപ്പോൾ ഒരു ഹർഫ് എഴുതാൻ പറ്റാത്ത ഒരാൾക്കും ചിലപ്പോൾ കുറച്ച് കൊടുക്കും. അതിൻ്റെ ഈമാൻ്റെ പവർ അനുസരിച്ചാണ്. എന്താണ് അപ്പോൾ ചോദ്യങ്ങൾ? 3 പ്രധാനപ്പെട്ട ചോദ്യം. ഉസൂലു സലാസ നമ്മൾ കേട്ടിട്ട് കേൾക്കാത്തവരാരുണ്ടാവും. ഉസൂലു സലാസ എന്താ? 3 അടിസ്ഥാന തത്വങ്ങളാണ്. ഒന്ന് അള്ളാഹിനെ കുറിച്ചിട്ടാണ് ചോദ്യം, അവൻ്റെ നബിനെ കുറിച്ചാണ് ചോദ്യം, ആ നബി പഠിപ്പിച്ച ദീനിനെ കുറിച്ചാണ് ചോദ്യം. ഇതൊന്നും വെറുതെ ഉത്തരം പറയണമെങ്കിൽ പറ്റുന്ന കാര്യമില്ല കൂട്ടരെ. മൻ റബ്ബുക എന്ന് ചോദിക്കുന്നു, റബ്ബി അല്ലാ എന്ന് മറുപടി പറയണമെങ്കിൽ റഹ്ബാനായ റബ്ബിന് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കണം. അതിലാണ് ആ തൗഹീദിന്റെ കാര്യം പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞത്. അള്ളാഹുവിന്റെ കഴിവുകളും റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ബോധ്യവും തവക്കുലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ മനസ്സിൽ ഇപ്പൊ അള്ളാഹുള്ള സ്ഥാനം എന്താണെന്ന് ആലോചിച്ചോളൂ. അള്ളാഹ് പറഞ്ഞ എത്ര കാര്യം നമ്മുടെ ലൈഫിലുണ്ട്. അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞത് വേണ്ട എന്ന് റബ്ബിന് ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടും മനസ്സാക്ഷി നൊമ്പരപ്പെടുത്തിയപ്പോൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, എന്നാലിപ്പോൾ ഉത്തരത്തിന് നാവുകൊണ്ട് പൊന്തുള്ളൂ. അള്ളാഹു തോപ്പിക്കുന്നില്ല അനുഗ്രഹിക്കും. മൻ റബ്ബുക ചോദിക്കുമ്പോൾ അതാണ് സുഹൃത്തുക്കളെ. പിന്നെന്താ ചോദ്യം? മൻ ദീനുക, ആ ദീനുക, എൻ്റെ മതം ഏതാന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയും, ഏത് കാനേഷുമാര് മാപ്പിളയും പറയും എൻ്റെ മതം ഇസ്ലാമാന്ന് പറയും. ആ അറിവുകൊണ്ടെന്ന് അവിടെ പോയാൽ പറ്റൂല. മുസ്ലിമീങ്ങളായിക്കൊണ്ട് മരിക്കരുത്, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ല മരിക്കരുത് പറഞ്ഞു. എന്താ പറഞ്ഞത്? റേഷൻ കാർഡ് എടുത്തോക്കുമ്പോൾ പേര് അതെന്നാണ്, ആധാർ കാർഡ് എടുത്തോക്കുമ്പോൾ സംഗതിയെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല, ജീവിതം കൊണ്ട് മുസ്ലിമാകുന്നതാണ്. എങ്ങനെ ജീവിതം കൊണ്ട് മുസ്ലിമാകാം? ജീവിതം കൊണ്ട് ഇപ്പം എങ്ങനെ മുസ്ലിമാകാം? ഒന്നുമില്ല, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? കീഴ്പ്പെടുക എന്നല്ല, അള്ളാഹുവിന്റെ വിധികൾക്കും വിലക്കുകൾക്കും കീഴ്പ്പെടുക എന്നുള്ള തന്നെയാണ്. അത് ജീവിതം കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതാണ്. അത് ജീവിതം കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതാണ്. എന്തേ ചെയ്ത് കാണാത്തത്? ഇസ്ലാമിലെ കാണാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. എന്തേ എല്ലാവരും ആ ഡ്രസ് ഇടുമ്പോൾ എന്താ പതിനാറ് കല്യാണത്തിനൊന്നും മാറി വന്ന മോഡൽ എന്താണെന്ന് അറിയില്ലേ? അതൊരു അപ്ഡേഷൻ മെന്റാലിറ്റി ഒന്നും ഇല്ലേ? ചെയ്യുമ്പോൾ ഈ ലോകത്ത് നിന്ന് ജീവിക്കുന്നതൊക്കെ നാളെ ചോദിക്കുമ്പോഴും നമ്മുടെ മറുപടി എന്താ? അതിന് കീഴ്പ്പെടലില്ല. തോന്നിയതുപോലെ ജീവിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഏതിനാണ് നമുക്ക് മാതൃകയില്ലാത്തത്? നിങ്ങൾ ആലോചിക്കും, ഒരു മുസ്ലിം എന്ന് പറഞ്ഞ് കീഴ്പ്പെടും. അവന്റെ എല്ലാ ചലനങ്ങളും വേണ്ടി കീഴ്പ്പെടണ്ടേ? അവന്റെ നടത്തം, അവന്റെ ഇരുത്തം, അവന്റെ കടത്തം, അവന്റെ ഭക്ഷണം കഴിക്കല്, ഭക്ഷണം കുടിക്കല്, വസ്ത്രം എടുക്കല്, വാഹനത്തിലുള്ള പോക്ക്, ഞാൻ കുടുംബമായിട്ടുള്ള ബാധ്യതകൾ, എല്ലായിടത്തും അവന്റെ കൃത്യമായ ചില നിർദ്ദേശങ്ങളില്ലേ? ഉണ്ടോ? അല്ലേ? ഉണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തിയാൽ മതി. ആ നിർദ്ദേശങ്ങൾ ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ദീനിനെ സ്നേഹിക്കുവാനും ദീനി പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ
നടക്കാനും അത് കൊണ്ട് നടക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടാനും സംവിധാനങ്ങൾ ഇഷ്ടപ്പെടാനും ഒക്കെ നമുക്ക് കഴിയണം. അപ്പോഴാണ് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ചോദിച്ചത് നബിനെ കുറിച്ചിട്ടാണ്. ഇയാൾ അറിയുമെന്ന് ചോദിക്കുക. നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ നബി, നമ്മളാരും നബിനെ കണ്ടുകൊണ്ടു. വിശ്വാസികൾ പറയുന്നതാണ് ഇതെന്റെ പ്രവാചകനാണ്. എങ്ങനെ സുഹൃത്തുക്കളെ, എങ്ങനെ അത് പറയുന്നത്? അപ്പിട്ടേണ്ട ബോധമാണ്. അതെങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളോടുള്ള നമുക്കുള്ള പ്രിയം, നമ്മുടെ റോൾ മോഡൽ ആരെന്ന് ചോദിക്കുമ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മറുപടി അതിന്റെ പ്രവാചകനാണെന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അന്നേ നമ്മൾ ഖബർക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. ആരാന്റെ റോൾ മോഡൽ എന്ന് ചോദിക്കുമ്പോ ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, നമുക്ക് വേണ്ടി 10 പൈസയുടെ ഉപകാരമില്ലാത്ത ഏതെങ്കിലും കായിക താരങ്ങളെയോ സിനിമാ താരങ്ങളെയൊക്കെ പറഞ്ഞിട്ട് വല്ലതും കിട്ടാണ്ട് നമുക്ക് അതൊക്കെ പിശാചിട്ട ചില അവൻ അലങ്കരിച്ചു വന്ന ചില കാര്യങ്ങൾ മാത്രമാണ് സുഹൃത്തുക്കളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുള്ള മാതൃക അത് അള്ളാഹു റസൂലാണ്. ഏതിനെ മാതൃക അല്ലാത്തത്? ലോകത്തിലുണ്ടോ ഇങ്ങനൊരു മനുഷ്യൻ? ലോകത്തിലുണ്ടോ ഇങ്ങനൊരു മനുഷ്യൻ? ഒരു തെറ്റ് എന്നുള്ള സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടോ? നമ്മൾ നല്ലൊരു ഭർത്താവാകണമെന്ന് ആഗ്രഹിക്കണം. ഞമ്മക്കാരെ മാതൃക? അത് ഇന്ന് കാണുന്ന മോട്ടിവേഷൻ ക്ലാസ്സിൽ അതും ഇതും പറഞ്ഞുകൊണ്ട് ക്യാമറന്റെ മുമ്പിലൊന്നും ക്യാമറ ഓഫാക്കി ഒന്നും കാണിക്കുന്ന ടീമുകളല്ലേ നമുക്കുള്ള മാതൃക. ആ സൈക്കോളജിക്കൽ ടിപ്സിന് അപ്പുറത്ത് അള്ളാന്റെ റസൂല് ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. ഒരു ഭർത്താവ് എങ്ങനെയാകണം, ഒരു വാപ്പ എങ്ങനെയാകണം, ഒരു മരുമകൻ എങ്ങനെയാകണം, ഒരു മരുമകൾ എങ്ങനെയാകണം, എല്ലായിടത്തും എല്ലാ നിലയിലേക്കുമുള്ള മാതൃക തൊള്ളോട്ട് പറയല്ല, ജീവിതം കൊണ്ട് കാണിച്ചു തന്നു മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ മുടി എങ്ങനെയാകണം, വസ്ത്രം എങ്ങനെയാകണം, മീശ എങ്ങനെയാകണം, നഖം എങ്ങനെയാകണം, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത്ര സുന്ദരമായ ഒരു ആദർശം ഇക്കുങ്ങൾക്കല്ലാതെ വേറെ ആരുടെ സുഹൃത്തുക്കളുണ്ട്? ലോകത്ത് വിശ്വാസിക്കല്ലാതെ ആർക്ക് അഭിമാനിക്കാൻ കഴിയും ഇങ്ങനെ ഒരു മുത്തിനെ കിട്ടിയത്? വേറെ ആർക്കെങ്കിലും ഇല്ല. പക്ഷെ അതിന്റെ കൂടെ നമുക്കുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കി. എന്തെല്ലാം അനുഭവിച്ചു നമുക്ക് വേണ്ടി നമ്മുടെ റസൂൽ. ഈ ഒരു ആദർശത്തെ മലപ്പുറം ജില്ലയിലെ ഇരുമ്പുചോലയിൽ നമ്മൾ ഇന്ന് ഇരുന്ന് ഈ ആദർശത്തിന്റെ മാധുര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഗതകാലങ്ങൾക്കപ്പുറത്ത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട വെയിലും അവിടുന്ന് ഏറ്റ ചൂടും അവിടുന്ന് അനുഭവിച്ച ശാരീരിക മാനസിക പ്രയാസങ്ങളും ഇല്ലേ സുഹൃത്തുക്കളെ? ഇല്ലേ? ആ പ്രവാചകനെ മറന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഖൈർ ദീനിയായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുനിയാവിന്റെ അനുഗ്രഹങ്ങളാണെങ്കിൽ റഹ്മാനായ റബ്ബ് തന്നത് അതൊക്കെ അല്ലാഹു റസൂൽ പറഞ്ഞ റൂട്ടിൽ ജീവിക്കണ കൊണ്ടല്ലേ റബ്ബ് തരുമാറാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ കൂടുതൽ അറിയാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാൻ, ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് കഴിയണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു മാനദണ്ഡം എന്താണെന്നറിയോ? തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ജ്ഞാനങ്ങളും ഖബറിലേക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്നതിന്റെ മറ്റൊരു മാനദണ്ഡമാണെന്ത്? തെറ്റാണ് എന്ന് പറഞ്ഞതിൽ നിന്നും ഒഴിവായി നിൽക്കാൻ നമുക്ക് കഴിയുണ്ടോ? വിശുദ്ധമായൊരു ജീവിതം നമുക്കുണ്ടോ? സാമ്പത്തിക രംഗത്ത് വിശുദ്ധി നമുക്കുണ്ടോ? നമ്മൾ ഇന്ന് നയിച്ചു കൊണ്ടുവന്ന ആ ഒരു സമ്പത്തിൽ നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഒരാളിനെ നമ്മൾ അത് മുഖേന വഞ്ചിച്ചിട്ടില്ല, അനർഹമായ ഒന്നും ഞാൻ നേടിയിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് ആർക്കും സദസ്സിൽ വെച്ച് പറയാൻ കഴിയുമോ? അവനെ ഖബറിന് വേണ്ടി ഒരുങ്ങുന്നുള്ളൂ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ മറന്നിട്ട് ജീവിക്കണ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടുപുറത്തുള്ള മഹാഭൂരിഭാഗം വരുന്ന ആളുകളും അവർക്ക് ജീവിച്ചാൽ മതി, അവർക്ക് ലാവിഷായി ജീവിച്ചാൽ മതി. ലക്ഷറി ലൈഫാണ് അവർക്ക്. മാറി മാറി വരുന്ന വാഹനങ്ങൾ എടുക്കണം, വീടുകൾ മോടി കൂട്ടണം, നല്ല നിലവാരത്തിൽ ജീവിക്കണം. മാർഗം എന്താ? മാർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതെങ്ങനെയുമാകാമെന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് നമ്മൾ മാറണേ. ഓരെപ്പോലെ ജീവിക്കാൻ നമുക്ക് പറ്റുണ്ടാവില്ല. നമുക്ക് ഹലാലായ രൂപത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ
വരുമാനം ചിലപ്പോൾ കുറച്ചായിരിക്കും. ആദ്യം തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താക്കന്മാരെ അനർഹമായി സമ്പാദിക്കുവാൻ നമ്മുടെ വാക്കുകൾ പ്രേരണമാകരുത്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുമ്പോ ഇത് അദ്ദേഹത്തിന്റെ കൊക്കിന് കൊത്താവുന്ന ദൂരപരിധിയിലാണോ ഉള്ളത്, അതിനുള്ള ഹെൽപ്പ് അദ്ദേഹത്തിനുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയിട്ടും പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈ ആഗ്രഹ സമർപ്പണത്തിന്റെ ഭാഗമായി അദ്ദേഹം പലിശയിലേക്ക് പോകാൻ പാടില്ല. അദ്ദേഹം വഴിവിട്ട മറ്റൊരു സാമ്പത്തിക ചുറ്റുപാടിലേക്ക് പോകാൻ പാടില്ല. അദ്ദേഹത്തെ കൂടെ സേഫ് ആക്കാൻ നമ്മുടെ കൂടെ കാരണം അദ്ദേഹം കൊണ്ടുവന്ന വജീനെ നമ്മുടെ കൂടെ ഭക്ഷിക്കുന്നുണ്ട്. നമ്മുടെ വയറ്റിലേക്ക് ഹറാവ് വരാൻ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഭൗതികത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലിങ്ങനെ പിടിച്ചു വലിക്കുന്ന ആകർഷിക്കുന്ന ഘടകമാണ്. ഏതൊരുത്തനും വീണ് പോകുന്ന മാറ്ററാണത്. താൽക്കാലം കണ്ണ് ചിമ്പാതെ തീരുമാനിക്കുന്നൊരിടമാണത്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് വിശുദ്ധി നമുക്കുണ്ടെന്ന് ഉറപ്പെടുത്താൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് ലൈംഗിക രംഗത്തുള്ള വിശുദ്ധി തന്നെയാണ് സുഹൃത്തുക്കളെ. നമുക്ക് റഹ്മാനായ റബ്ബ് ഇണയാക്കി തന്നവൻ അതിൽ തൃപ്തിയടയാൻ കഴിയണം. സർവ്വവിധ ആസ്വാദനവും അതിലേക്ക് ചുരുക്കാൻ നമുക്ക് കഴിയണം. അതിനപ്പുറത്തേക്കൊരു മേഖല നമ്മൾ തേടി പോകുന്നുണ്ടെങ്കിൽ ഖബർ നമ്മൾ മറന്നു എന്നാണ് നമുക്ക് നമ്മളെ കുറിച്ച് പറയാൻ കഴിയേണ്ടത്. ഒരു യുവാവിനെ വിളിച്ചിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, മനിസ്തതാണ് മിൽക്കുൽ ബാഗത ഫൽയതസവ്വജ്, നിങ്ങൾ കല്യാണം കഴിക്കണം എന്നാണ്. എത്രയും പെട്ടെന്ന് അതിന് കഴിവുള്ള ആള് അതിലേക്ക് വരണം എന്നാണ്. അവിടെ നമ്മുടെ ഒരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യനിക്ക് കാലം ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചാലും തീരാത്ത അത്രയും വലിയ മാമൂലുകൾ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാൻ നമുക്ക് കഴിയണം. നിക്കാഹ് വളരെ സിമ്പിളായി നടത്താൻ നമുക്ക് കഴിയണം, അല്ലേ? അവനവന്റെ ഒരു സാമ്പത്തിക അവസ്ഥയ്ക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഒരാളെ നമ്മൾ പറയില്ല, അല്ലേ? എന്നിട്ട് ഈ ബാധ്യതയെ കുറിച്ച് ആലോചിച്ചിട്ട് ഈ പരിശുദ്ധമായ ജീവിതത്തിൽ നിന്നും അദ്ദേഹം മാറുന്നു. സ്വാഭാവികമായി കൊണ്ടും ഭക്ഷണം കഴിക്കാൻ ത്വരയുണ്ടാകുന്നത് പോലെ, വിശപ്പുള്ളത് പോലെ, ദാഹമുള്ളത് പോലെ, സങ്കടമുള്ളത് പോലെ റഹ്മാനായ റബ്ബ് ഏതൊരു മനുഷ്യ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഉള്ളിൽ വെച്ച ഒന്നാണ് ലൈംഗിക ദാഹം എന്ന് പറയുന്നത്. അതിന് ഹലാലായ ഇടം കിട്ടിയേ പറ്റുന്ന അത് ഇണ തുണ എന്ന നിലക്ക് നമുക്ക് റബ്ബ് വീതിച്ച് തന്നവൻ അതിലേക്ക് ചുരുക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന ടെൻഡൻസി, ഒരു മനോഭാവം പിശാച് ആ വിഷയത്തിൽ നമ്മളെങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നാട്ടുപുറത്തുള്ള എല്ലാവരും സ്ക്രീനിന്റെ മുമ്പിൽ തെളിയുന്ന എല്ലാവരിലേക്കും നോക്കുമ്പോൾ റബ്ബ് നമുക്ക് തന്നോളും ഇതിന്റെ ചൊറുക്കൊന്നും ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. മൂപ്പർക്ക് അത്ര മസുരൊന്നും ഉണ്ടാവില്ല, മൂപ്പത്തേക്ക് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് തോന്നും, പക്ഷെ തോന്നാൻ പാടില്ല. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതിനാണ്. പടച്ചോനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ തരണേനാണ്. ഭർത്താവ് എത്ര വാർദ്ധക്യത്തിലെത്തിയാലും ഭാര്യ എത്ര വാർദ്ധക്യ സഹജമായ അവസ്ഥയിലാണെങ്കിൽ നോക്കുമ്പോൾ മനസ്സിലൊരു റാഹത്ത് തോന്നണമെന്നാണ്, അല്ലേ? അതെങ്ങനെ ഇപ്പൊ തോന്നുക? ആ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് വൈകാരികത ഉണ്ടാകുക. പക്ഷെ അതിന് അപ്പുറത്താണ് സുഹൃത്തുക്കളെ ദാമ്പത്യം എന്ന് പറഞ്ഞ കേവലം വൈകാരികതകൾക്ക് അപ്പുറത്ത് മനസ്സിന്റെ ഒരു സംഗമ ഭൂമിയാണ്. പരസ്പരം ശാന്തിയും സമാധാനവും കണ്ടെത്താനെന്നാണ്. അത് മരിക്കോളം പടച്ചും തരാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ നല്ലോണം ആലോചിക്കണം. ഞാൻ പറഞ്ഞറിയോ, ലൈംഗിക രംഗത്ത് വിശുദ്ധി എന്ന് നമ്മിൽ നിന്നും അസ്തമിക്കുന്നുവോ അവിടെ നമ്മൾ ഖബറിലേക്കുള്ള ഒരുക്കം മറന്നു എന്ന് വേണം ചിന്തിക്കാൻ. അല്ലാഹു നമുക്ക് ചാരിത്ര ശുദ്ധി നിലനിർത്തിരുമാറാകട്ടെ. മറ്റൊന്നെന്താണെന്നറിയോ, സ്വഭാവ വിശുദ്ധിയാണ് സുഹൃത്തുക്കളെ. എന്നും ഒരാളെ കരയിപ്പിച്ചിട്ടേ നമ്മൾ കടന്നുറങ്ങുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ഒരു സംസാരം കാരണം ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് നമ്മക്ക് തന്നെ ഉണ്ട്. ഞാൻ ഓളോട് പറഞ്ഞ ശരിയായിട്ടില്ല, ഭാര്യയോട് പറഞ്ഞ ശരിയായിട്ടില്ല, ഭാര്യ ഭർത്താവോട് പറഞ്ഞ ശരിയായിട്ടില്ല, അമ്മായിമ്മ മരുവോട് പറഞ്ഞ ശരിയായിട്ടില്ല, മരുവോടെടുത്ത ആക്ഷൻ ശരിയായിട്ടില്ല, നാത്തുമാർ പരസ്പരം സംസാരിച്ച സംസാരം ശരിയായിട്ടില്ല എന്ന് പൂർണ്ണമായ ഉറപ്പോടും കൂടെയാണ് നമ്മൾ കടക്കുന്നത്. ആ കടത്തത്തിലാണ് നമ്മുടെ റൂഹ് പിരിയുന്നത്. സാധ്യതയില്ലേ?
അല്ലേ? നമ്മൾ അവസാനം പറഞ്ഞു വെക്കുന്ന വാചകം എന്താ? പടച്ചോനെ, എൻ്റെ ഈ റൂഹിനെ താൽക്കാലികമായി കൊണ്ട് എടുക്കുകയാണ്, അതിനെനിക്ക് തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ എന്നാ പറഞ്ഞു. ചോദിച്ചാൽ തന്നെ കിട്ടും. തൗഫീഖാണ് സുഹൃത്തുക്കളെ. എല്ലാ അർത്ഥത്തിലുള്ള പടച്ചോൻ തരുന്ന തൗഫീഖാണ് നമ്മൾ തരണം, മനസ്സിലാക്കണം. മറ്റൊന്നെന്താണെന്നറിയോ? ബാധ്യതകൾ ശരിക്കും നമ്മൾ നിറവേറ്റിട്ടുള്ളതോടെ ആദ്യം പടച്ചോൻക്കൊക്കെ ഓക്കെയാണ്. നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല താടിയുണ്ട്, നല്ല പദത്തയുടെ എല്ലാ സെറ്റപ്പാണ്, സുന്നത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ബാധ്യതകൾ പലതും ബാക്കിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ബാധ്യത. സാക്ഷാൽ ഷഹീദാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതെങ്കിൽ പോലും ഒന്നാമത്തെ തുള്ളി കൊണ്ട് സ്വർഗം കൊണ്ട് കിട്ടുന്ന ഏർപ്പാടാണ് സാക്ഷാൽ ഷഹീദ് എന്ന് പറയുന്നത്, അല്ലേ? ആ ഷഹീദാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതെങ്കിൽ പോലും റഹ്മാൻ പറഞ്ഞു കടക്കാരനായിക്കൊണ്ടാണ് മരിക്കുന്നത്. സാമ്പത്തിക ബാധ്യത ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അവർക്ക് ഒരനുഗ്രഹം കിട്ടുമെന്നാണ്, തടയപ്പെടുന്നതാണ്. അവന്റെ കടം വീട്ടുന്നത് വരെയെന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മാഫിയെ തീരുമാനിക്കേണ്ടതില്ല. പിന്നെ ഞാനെന്റെ കടം മേടിച്ചു കഴിഞ്ഞാൽ മക്കൾ വീട്ടിക്കോളും, ബാധ്യത ഒന്നുമില്ല. ഏതുവരെ അദ്ദേഹം പെടാതെ വീട്ടാൻ മാത്രമുള്ള സമ്പത്ത് ബാക്കി വെച്ചിട്ടാണ് പോയതെങ്കിൽ എന്താക്കാം, ആ മുതലെടുത്തിട്ട് എന്താക്കാറുള്ളൂ, അനന്തര സ്വത്ത് വീതമാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നാട് മൊത്തം കടം പോലെ ബാക്കി മക്കളെ ഏറ്റെടുക്കുക, പിന്നെ മക്കൾക്ക് അത് വീട്ടാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ മക്കൾ ഏറ്റെടുത്തു എന്നുള്ളത് എന്താവില്ല, കടം മേത്തുനിന്ന് പോകില്ല എന്നുള്ള നല്ല മനസ്സ്. അതുകൊണ്ട് സമ്പത്തുമായി കൊണ്ട് കളിക്കുമ്പോൾ നല്ലോണം ആലോചിക്കണം. ഒരു തിരിച്ചടി വന്നാൽ, ഒരു കടക്കാരനായാൽ ആയുസ് കൊണ്ടൊന്നും വീട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിമറിക്കപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ വേറൊന്നായിക്കൊണ്ട് മാറും. ഈ ഇതൊക്കെ ബാധ്യത നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് 100 വട്ടം ആലോചിക്കണം. കടം വാങ്ങുന്നിടത്ത് പോലും കടം അത് അപകടമാണ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വേറെ കൂടുതലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിച്ച് ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മേടിക്കുമ്പോൾ പോലും പടച്ചോനെ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീഖ് നൽകണേ എന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ നിത്യേനയുള്ള ചെലവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേഗം കടത്തിലേക്ക് അത് വേഗം കൊടുക്കട്ടെ, ഞാൻ എൻ്റെ കബറൊന്ന് സേഫ് ആക്കട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം എന്നുള്ളത്. സുഹൃത്തുക്കളെ, മറ്റൊരു ബാധ്യത മനുഷ്യന്മാരോട് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അടച്ചു പിടിച്ച് നമ്മളിങ്ങനെ ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലെ മനുഷ്യന്മാരുണ്ട്. സുഹൃത്തുക്കളെ, ഭാര്യയുടെ തൃപ്തിയില്ലാതെ ഒരു ഭർത്താവിന് കബർ പോയി കടക്കാൻ ആരും കരുതണ്ട. ഭർത്താവിന്റെ തൃപ്തി കിട്ടാതെ ഒരു ഭാര്യക്കും സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാകുമെന്ന് നമ്മൾ കിനാവ് കാണേണ്ടതില്ല. മാതാപിതാക്കൾ അവഗണിച്ച മക്കളാണോ നമ്മൾ? നമുക്ക് സ്വർഗമില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് പരസ്പരമുള്ള അള്ള നമ്മളോട് പറഞ്ഞ മനുഷ്യന്മാർ പരസ്പരം വെക്കേണ്ട ബാധ്യതകൾ അത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്ന് എപ്പോൾ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ഓർമ്മയുണ്ടോ, ഒരു ചാരിതാർത്ഥ്യമുണ്ടോ, അന്നേ നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിസാര കാര്യങ്ങളുടെ പേര് പറഞ്ഞ് കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല സുഹൃത്തുക്കൾ. പിശാചിട്ട് തരുന്ന ആ വാശി ഉണ്ടല്ലോ, അത് നമ്മുടെ വർഷവും നമ്മുടെ പരലോകവും നഷ്ടപ്പെടുത്തി കളയാനുള്ള ഒരു ഹിഡൻ അജണ്ടയാണെന്ന് മനസ്സിലാക്കി താഴെ നമുക്ക് കഴിയണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് താങ്ങോനെ റഹ്മാനായ റബ്ബ് ഇസ്സത്ത് കൊടുക്കാതിരിക്കില്ല എന്നാണ് ആളുകൾ പറഞ്ഞവരാണെന്ന് പറയുന്നവരുടെ ചെങ്ങായി എന്നൊക്കെ പറഞ്ഞുള്ള സുഹൃത്തുക്കളെ, ഓലിക്ക് ഇതിന്റെ റിയാലിറ്റി അറിയാത്തത് കൊണ്ടാണ്. കണ്ണടയുന്നത് മുതൽ തുറക്കാൻ പോകുന്ന ഒരു വിശാലമായ ലോകത്തെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് ആ ഡയലോഗ് അവിടെ പറഞ്ഞത്. നമുക്കതല്ല ലോകം, നമ്മളിതല്ല ലോകം. നമ്മുടെ ലോകം ഇൻഷാ അല്ലാഹ് വരാനേ ഉള്ളൂ. ദുഃഖങ്ങളില്ലാത്ത, പരിവട്ടങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, അസുഖങ്ങളില്ലാത്ത, മാനസിക പ്രയാസങ്ങളില്ലാത്ത ഒരു സുന്ദരമായ ഒരു ലോകം അള്ളാഹ് ഉറപ്പിച്ച് തറപ്പിച്ചു പറഞ്ഞു, കൂട്ടരെ അതാണ് ജീവിതം. അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കാതെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഒരു ക്രൈസിസ് ഉണ്ടാവും, കുറച്ചൊക്കെ ഒരു എടങ്ങറാകേണ്ടി വരണം, കുറച്ചൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, കുറച്ചൊക്കെ നമ്മളെ എടങ്ങറാകണം, നേരത്തിങ്ങനെ തട്ടണ കുറേ സംഗതികൾ ചെയ്യുമ്പോൾ എന്നാൽ തന്നെ അവിടെ പോയിട്ട് ചോദിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബന്ധങ്ങൾ ഏറ്റവും നന്നായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്ന് ആലോചിക്കണം. ഒന്നും വേണ്ട, ഇപ്പൊ നമുക്കൊരു ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അത് നമ്മളെ കാക്കുമാറാകട്ടെ. 5th സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഡോക്ടർ രംഗ നമ്മുടെ മുമ്പിൽ എണ്ണിക്കൊണ്ട് കരുതി. നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ചെയ്യുക പിണക്കുണ്ടെങ്കിൽ റെഡിയാക്കാനായിരിക്കും, അല്ലേ? സാമ്പത്തിക ഇടപാട് വേഗം തീർക്കാനായിരിക്കും. അതിപ്പടി ചെയ്താലെന്ന് പറയാം, അതിപ്പടി ചെയ്താൽ നമ്മുടെ മസിലിക്കൊന്നും ഇപ്പം നമ്മൾ നോക്കണ്ട.
അങ്ങനെ കാണാൻ കഴിയണം. മരണത്തിന് വേണ്ടി തയ്യാറായൊരു മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും നമ്മുടെ മനസ്സിലേക്ക് ഊർന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നടക്കുള്ളൂ. പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ അതിനേക്കാൾ എളുപ്പമാണ്. പക്ഷെ എന്താ അറിയോ, ഇതിങ്ങനെ ജീവിതത്തിൽ കൊണ്ട് നടക്കണമെങ്കിൽ നിരന്തരമായ പ്രചോദനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. നിരന്തരമായ പ്രചോദനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. എന്തിനാ ജുമുഅ നമുക്ക് നിർബന്ധാക്കിയത്? ദിക്റില്ല, അള്ളേനെ വിളിച്ചത്, പള്ളിയിലത്തെ മുക്രയല്ലേ വിളിച്ചത്. അള്ളേനിട്ട് ഓർഡർ അതിന്റെ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ചോ. അതിന് കോടിക്കണക്കിന് ഉറപ്പിക്കേണ്ട കച്ചവടം പൂട്ടി പോയിരിക്കുന്ന ബിംബത്തെ താഴെ പോയിരിക്കും. അള്ളാഹിനെ കുറിച്ച് വർണ്ണിക്കുന്ന, ഖബറിനെ കുറിച്ച് പറയുന്ന, പരലോകത്തെ പരിചയപ്പെടുത്തുന്ന, അനക്ക് രക്ഷപ്പെടാൻ പറയുന്ന മാർഗങ്ങൾ ഇതിന് കേൾക്ക് ചങ്ങായി എന്ന് വിളിച്ചത് റബ്ബാണ്. റബ്ബിനറിയാം ഒരാഴ്ച നിങ്ങൾക്ക് കയറേണ്ട സാധനം കയറിയിട്ടില്ല, ഇത് പ്രശ്നമാണ്. ദീനണ്ട് അസ്തമിക്കുന്നതോടുകൂടെ പിന്നെ പിശാചിന്റെ അജണ്ടയിൽ മോഹന വാഗ്ദാനങ്ങളുടെ പിന്നാലെ മായാലോകത്ത് പാറിപ്പറക്കും നമ്മൾ. ആ പറക്കലിനിടയിൽ ചിറക് വീണ് നമ്മൾ താഴെ പതിക്കും. ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ദുരന്തം വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അറിവ് അന്വേഷിക്കുന്ന പാതയിൽ മരണം വരെ നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ ദീൻ കേൾക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ ഒരുപാട് സംരംഭങ്ങളുടെ കലവറയിലാണ് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഉള്ളത്. ഓൺലൈനായും ഓഫ്ലൈനായും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ മുൻഗാമികൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് ഓർക്ക് എന്ത് ഖുർആൻ ക്ലാസ്, അവർക്ക് എന്ത് QHLS അല്ലേ? ഒരു നേരവണ്ണം മനസ്സ് തട്ടി തിരിയുന്നൊരു പൊതുവകാക്കാനുള്ള തോഫിക്ക് നമ്മുടെ മുൻഗാമികൾക്ക് എത്ര പേര് കിട്ടിയിട്ടുണ്ട്? അള്ളാന്റെ തോഫി കൊണ്ട് പടച്ചു തന്നിന് സുഹൃത്തുക്കളെ നമുക്കിതൊക്കെ ചോദിക്കൂലേ നമുക്കല്ലേ? നമ്മുടെ മൊബൈൽ വഴി നമ്മൾ എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിനും നമ്മൾ യൂട്യൂബ് നമ്മൾ അവലംബിക്കല്ലേ? നമ്മുടെ പാതി വഴി നമ്മുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് യൂട്യൂബ് എടുത്ത താൽക്കാലിക രക്ഷപ്പെടാനുള്ള ഐറ്റംസ് അവിടെ ഇല്ലേ? നമ്മൾ അതിനുപയോഗിക്കുന്ന സാധനമല്ലേ ഇത്? ജീവിതം ബ്രേക്ക് ഡൗൺ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാരണം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവിടെ എന്താ അറിയുന്നത്? നമ്മൾ പഠിക്കണം, വ്യവസ്ഥാപിതമായി പഠിക്കണം. പഠനം പരനിലൊക്കെ ഉണ്ട്. ഇതിന് ഊർജ്ജം മാത്രമാണ്. ഈ തസ്ബീഹ് ക്ലാസ്സിൽ ഊർജ്ജം മാത്രമാണ്. ഇതിൽ വ്യവസ്ഥ അല്ല. ഇന്ന കാര്യം ശ്രദ്ധിക്കണം എന്ന ഒരു കാര്യം ഇട്ട് തരിക മാത്രമാണ്. നമ്മളിതിന് കിട്ടി ഈമാൻ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ ഏരിയകൾ പഠിക്കണം. ഖുർആൻ ക്ലാസ് അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സ്ഥിരമായി കൊണ്ട് നടത്താനുള്ള ആഗ്രഹിക്കുന്ന റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമ്മൾ കൊണ്ടുനടക്കുന്ന സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ റബ്ബ് നമ്മളോട് സംസാരിക്കുന്ന സംസാരങ്ങളുടെ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കാനുള്ള സാഹചര്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, റബ്ബ് പറയുന്നത് ഞാനൊന്ന് പോയി കേൾക്കട്ടെ, കുറെ എൻ്റെ കാര്യം കേട്ടില്ലേ, ഭാര്യയോടൊക്കെ പറയാൻ പറ്റണം, കുട്ടികളൊക്കെ പറയാൻ പറ്റണം, നാട്ടിലോട് പറയാൻ പറ്റണം, നമ്മുടെ വാക്കിലുള്ള എല്ലാ ബന്ധപ്പെട്ട ആളും പറയാൻ പറ്റണം. കുറെ നിങ്ങളെ കാര്യം ഞാൻ കേട്ടില്ലേ, ഇന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ മൂപ്പർക്ക് പോയി കേട്ടിട്ടൊക്കെ പറയാൻ കഴിയുന്ന സുഹൃത്തുക്കളെ ഇവിടെ എത്താൻ കഴിയും. തീരെ കേൾക്കണം, വ്യവസ്ഥാപിതം. ഒരാഴ്ച നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വേദന നമുക്ക് തോന്നണം. അത് തോന്നുന്നില്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടില്ല എന്ന് കരുതണം. പള്ളു കുട്ടുമക്ക് നിമ്പർമ്മ കയറാൻ മുമ്പ് നമ്മുടെ സ്ഥാനം പിടിച്ചിരിക്കണം. നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മുടെ പീസ് റേഡിയോ പോലെയുള്ള ഓൺലൈൻ സംവിധാനം വഴി 24 മണിക്കൂർ സുഹൃത്തുക്കൾ നമുക്ക് ദീന് കേട്ടുകൂടെ. നമ്മുടെ അടുക്കള പണിക്ക് പീസ് റേഡിയോ തടസ്സമാണ്, നമ്മുടെ ബാക്കിയുള്ള ഏർപ്പാടുകൾക്ക് തടസ്സമാണ്. ഒന്നുമില്ല, ഒരു ചെറിയൊരു ക്രമീകരണം ഉണ്ടെങ്കിൽ, ഒരു ചെറിയൊരു ഹെഡ്സെറ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ, കണ്ടത് തോണ്ടിയും കണ്ടും കേട്ടും മനസ്സ് മലീമസമാകി നടത്തുന്നു. അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ കേട്ട് അള്ളാഹുവിന്റെ ദീൻ വിശദീകരിക്കുന്ന പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കേട്ട് ശാന്തി അടഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായിരിക്കാൻ നമുക്ക് കഴിയണം. ആ ഹൃദയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് മരണത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, സമാധാന ചിത്തമായ മനസ്സിന്റെ ഉടമ നീങ്ങോട്ട് പോരെ എന്നാണ്. എവിടേക്കാ പോണേ? ഇലാ റബ്ബികി റാദിയത മർദിയ, പരിപൂർണമായ തൃപ്തിയുടെ അവസ്ഥയിലേക്ക് പോകുന്നതാണ് സുഹൃത്തുക്കളെ. അത് കേൾക്കാൻ നമ്മുടെ സ്വപ്നമാകണം, ജീവിതത്തിൽ വലിയ അഭിലാഷമാകണം. അതിന് ദീന് പഠിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ വഴിയെന്നും. കുറച്ച് റിസ്ക് ഉണ്ടാവും. ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ മഴ വിശാൽ തോന്നിക്കും, ഇനി മഴയൊക്കെ കൊണ്ടിട്ട് എങ്ങനെ പോവുക അല്ലേ? അവിടെ നനയില്ല ഇവിടെ നനയില്ല. സുഹൃത്തുക്കളെ, ഒറ്റ ഹദീസിന് വേണ്ടിയിട്ട് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച എത്രയെന്ന് അറിയുന്നത്? 2000 കിലോമീറ്ററാണ്. അള്ളാന്റെ റസൂലിൽ നിന്ന് ഞാൻ കേൾക്കാത്തൊരു ഹദീസ്
ഏതോ ഒരു നാടിന്റെ മൂലയിൽ ഒരു മനുഷ്യൻ കേട്ടു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ മുൻഗാമി അവിടെയുള്ള വാഹനമല്ല, കുതിച്ചു പായുന്ന സെക്കൻഡുകൾക്കിടയിൽ 100 120 കിലോമീറ്ററിലും സ്പീഡോമീറ്റർ കയറുന്ന ഉന്നതമായ വാഹനങ്ങളെ കൊണ്ടല്ല, ഒട്ടകപ്പുറത്തും അല്ലെങ്കിൽ കഴുതപ്പുറത്തും നടന്നിട്ട് മറ്റുമൊക്കെയാണ് അവിടെ യാത്ര. 2000 കിലോമീറ്റർ. നിങ്ങൾ ആലോചിക്കും, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എത്രയാ? 800-900 കിലോമീറ്ററേ ഉള്ളൂ അല്ലേ? ഒരു മനുഷ്യൻ നടന്നു കൂട്ടുക, എത്ര വലിയ അവാർഡുകൾ കൊടുക്കും നമ്മൾ ഒറ്റ ഹദീസിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല, നമുക്കൊരു ഇടങ്ങറുമില്ല. അല്ല നമുക്ക് വാഹനം തന്നു, അല്ല വാഹനത്തിൽ അടിക്കാനുള്ള ഡീസൽ അടിക്കാനുള്ള പൈസ നമുക്ക് തന്നു, ഇനി ഒന്നുമില്ല, കയ്യിനും കാലും ആവത് തന്നു. പറഞ്ഞൂടെ സുഹൃത്തുക്കളെ, മടങ്ങി ചുരുങ്ങി വീട്ടിന്റെ ഉള്ളിലേക്ക് ആകുന്ന അവസ്ഥ പഠിച്ചു വരുത്താതിരിക്കട്ടെ. പക്ഷെ അത് വരുമ്പോഴും പറഞ്ഞൂടെ, ഉള്ള കാലത്ത് അല്ലാ നിന്റെ കലാമ് കേൾക്കാൻ ഞാൻ ഓടിയെത്തിയിരുന്നു പറഞ്ഞൂടെ നമുക്ക്. അത് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചൂടെ നമുക്ക്. അതുകൊണ്ട് എന്താ അറിയോ, കുറച്ചൊക്കെ ഇടങ്ങൾ ഉണ്ടാകും. വെന്നിരിക്കുക, കേൾക്കുക, പഠിക്കുക, ഓർക്കുക, ചർച്ച ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. പിശാചു എല്ലാതൊന്നും സമ്മതിക്കൂല. പക്ഷെ പൊരുതി ലൈഫിൽ അത് മുടങ്ങാതെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സ് തുറക്കും, നമ്മുടെ മനസ്സ് തളിർക്കും. മനസ്സിന്റെ ഉള്ളിലേക്ക് റബ്ബിന്റെ വചനാമൃതം ഇറങ്ങുന്നതോടുകൂടെ ദാഹത്തായ ജീവിതം നമുക്ക് കിട്ടിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്കുള്ള ഒരു അർത്ഥവത്തായ ജീവിതം കെട്ടിപ്പടുക്കുന്ന മഹാഭാഗ്യവന്മാരിൽ ഭാഗ്യവതികൾ റഹ്മാനെ റബ്ബ് എല്ലാ